ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിയാണ്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിവിടെ ഒരു 2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി അത് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു 2 വിസിൽ മാത്രം വന്നാൽ മതി. അപ്പോൾ നമ്മുടെ പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഔട്ട് സൈഡ് കവർ ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു 2 കപ്പ് മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മളൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടെ ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരാനും പിന്നെ അത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നഖക്കെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ ഇത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്കിത് പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഷുഗറാണ്. ഞാനിതിൻ്റെ കൂടെ 2 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു നുള്ളു ഉപ്പോടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഞാനിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ഏലക്ക കുറച്ച് ഷുഗറോട് ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ നട്ട്മെഗ്, അതായത് ജാതിക്കാപ്പൊടി, അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ആറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് തിക്കായിട്ടില്ലേ? ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കണം. കാരണം ഒരു നാരങ്ങയുടെ ഒക്കെ സൈസില്ലേ, ആ ഒരു സൈസിലെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറേശ്ശായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കയ്യിലെടുക്കാം. അതിൽ നിന്ന് ചെറിയ ബോൾ പോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ബോളാക്കി വെച്ചിരുന്ന ആ പരിപ്പിൻ്റേതുണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മളിതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മളിതൊരു കുറച്ച് അരിപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ തിന്നായിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിത് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ നമ്മളിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമുക്കിതിൽ നിന്നും വാങ്ങിയെടുക്കാം.